ആശ്വാസകരമായ വാർത്ത, നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായ വധശിക്ഷ നീട്ടിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള സാമുവൽ ജെറോം അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സഹലുണ്ട്. സഹൽ, ഈ അവസാന മണിക്കൂറുകളിലും ആ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ചകളൊക്കെ നടക്കുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാവുന്നത്? ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇക്കാര്യത്തിൽ സാമുവൽ ജെറോം പറഞ്ഞ ഒരു അദ്ദേഹമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് വധശിക്ഷ നടപ്പാക്കുന്നത് തൽക്കാലത്തേക്ക് അത് നീട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ചർച്ച നടത്താനുള്ള ഒരു സാഹചര്യം ഇതിൽ ഉരുത്തിരിയും എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തിരുന്ന ഒരു സാഹചര്യം. പക്ഷേ യമനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമുക്ക് വ്യക്തമായിട്ടുള്ളതുപോലെ തന്നെ ഇത് സ്ഥിരീകരിക്കുന്നതിന് പല തരത്തിലുള്ള പരിമിതികളുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കേസിൽ സജീവമായി ഇടപെടുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോം മാത്രമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളതും ഇക്കാര്യം അറിയിച്ചിട്ടുള്ളതും. അതായത് നിലവിൽ ഇപ്പോൾ ഈ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചിരിക്കുകയാണ്. അത് വധശിക്ഷ തന്നെ മരവിപ്പിച്ചു എന്നതിന് അർത്ഥമില്ല. അതായത് നടപ്പാക്കുന്നത് മാത്രം നീട്ടിവെച്ചിരിക്കുകയാണ്. കൂടുതൽ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടക്കും. നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുള്ള ചർച്ചകൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിന്റെ നിലപാട് എന്തായിരിക്കും ഇതിൽ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഏറെ ആശ്വാസം നൽകുന്ന ഒരു വിവരമായാണ് ഇപ്പോൾ ഇത് പുറത്തു വരുന്നത്. നിലവിൽ ഇപ്പോൾ ഇതിൽ കൂടുതൽ കക്ഷികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ കൂടി ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നതോടുകൂടി ഇക്കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളെയാണ് ഈ തീയതി പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ആ തീയതിക്ക് തൊട്ട് മുൻപ് ആശ്വാസമുണ്ടാക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശാലിനി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രാവിലെ സംസാരിക്കുന്ന സമയത്തുമൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരിക്കും ആ കുടുംബം എടുക്കാൻ പോകുന്ന, കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം എടുക്കാൻ പോകുന്ന തീരുമാനം. കാരണം അവരാണല്ലോ അതിലൊരു അവസാന തീരുമാനം പറയേണ്ടത്. ഈ ഒരു ദയാധനം വാങ്ങിക്കൊണ്ട് ഒരു മാപ്പിന് അവർ തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഈ മതപണ്ഡിതന്മാർ, ഗോത്ര തലവന്മാർ ഇവരെല്ലാം അടങ്ങുന്ന ആ ഒരു ചർച്ചയിൽ ആ കുടുംബം എന്ത് നിലപാടെടുത്തു എന്നുള്ളതായിരുന്നു അറിയേണ്ടത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ, അതായത് ഈ ഒരു തീരുമാനത്തിലേക്ക്, വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതിൽ എന്തെങ്കിലും അവരുടെ ഒരു തീരുമാനം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുമോ? ഈ ചർച്ചകൾ ഇന്ന് രാവിലെയും നടക്കുകയായിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ ഇവർ ഒരു നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കാൻ ഒരു നിലപാട് പറഞ്ഞിരുന്നില്ല. ഈ കുടുംബത്തിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഗോത്രങ്ങൾ കൂടി ഈ ഒരു സമന്വയിച്ച അഭിപ്രായത്തിൽ എത്തേണ്ടതുണ്ട്, ഒരേ അഭിപ്രായത്തിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഒരു നിലപാട് പറയാതിരുന്നത്. ഇന്നും ആ ചർച്ച തുടരുന്നുണ്ടായിരുന്നു. കൃത്യമായി അവരെന്ത് നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തമായ അഭിപ്രായം വന്നിട്ടില്ല. പക്ഷേ സൂചനകൾ അനുസരിച്ച് ചർച്ചകൾ തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇതിലുണ്ടാകുമെന്നുള്ളതാണ്. കാരണം നേരത്തെയും ഇതിൽ ഇടപെട്ട കക്ഷികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്ന കാര്യം തലാലിന്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം അവരുടെ ഗോത്രങ്ങൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും ഏറെ വൈകാരികമായ പ്രദേശത്ത് തന്നെ വൈകാരികമായ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ച ഒന്നാണ്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച